ആദ്യം തന്നെ ഈ ചർച്ചയ്ക്ക് സത്യത്തിൽ ഞങ്ങളെ വിളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ തന്നെ നൗഷാദ് അലിയുണ്ട്, ശ്രീകുമാർ സാറുണ്ട്, സണ്ണിക്കുട്ടി സാറുണ്ട്, പിന്നെ ഇവരൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ 3 പേരും ഞാനും എൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇവരോട് തന്നെ ഒരു അഭിപ്രായം ചോദിച്ച് അങ്ങ് എത്തിക്കുന്നതായിരുന്നു നന്നായി. ഇപ്പോൾ ഇതാ കോൺഗ്രസ് ജംബോ കമ്മിറ്റിയാക്കി മാറ്റി. അത് അവരുടെ ഇഷ്ടം. അതിലൊന്നും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും താല്പര്യങ്ങളോ ഒന്നുമില്ല. അവർക്ക് കേരളത്തിലെ കോൺഗ്രസ് അടികൂടി നടക്കുന്ന ഒരു കാഴ്ച വല്ലാത്ത രീതിയിൽ ഇവിടെ കേരളത്തിൽ ഒരു അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഇവരിപ്പോൾ അതിൽ നിങ്ങൾ പറഞ്ഞു CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും ഒക്കെ, ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും ഒക്കെ ആ സമ്മേളന സമയത്ത് ആ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുന്ന അംഗം ആദ്യം എല്ലാവരും കൈയുയർത്തി അതിന്റെ അംഗസംഖ്യ അംഗീകരിക്കും. ആ അംഗസംഖ്യയിലുള്ള ആളുകളെ പ്രഖ്യാപിക്കും. എതിർപ്പുണ്ടെങ്കിൽ അവിടെ പറയാം, മത്സരം നടത്താം. അതിൽ ആരാണ് ഉൾക്കൊള്ളുന്നത് അവിടെ ഉൾക്കൊണ്ടു. അവിടുന്ന് ആ കമ്മിറ്റി സെക്രട്ടേറിയറ്റും തെരഞ്ഞെടുത്ത് ഞങ്ങൾ വരും. അതിലെന്താ പ്രശ്നം? അത് വഴിയേ അറിഞ്ഞോളൂ. ഇപ്പോൾ വാസിഫ് പിന്നെ CPM-ന്റെ ആൾ, അദ്ദേഹത്തിന് കോൺഗ്രസിലെ കാര്യങ്ങളെ വിമർശിക്കുന്നുണ്ട്. അദ്ദേഹം ആദ്യം പറഞ്ഞു എന്നെ വിളിക്കേണ്ടായിരുന്നു, നിങ്ങൾ വരണമെന്നേ, നിങ്ങൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഭരണകക്ഷിയുടെ പിന്നെ നയിക്കുന്ന ഒരു പാർട്ടി കോൺഗ്രസിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക തന്നെ വേണം. അത് ജനങ്ങൾ അറിയണം, യാതൊരു സംശയമില്ല. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ഈ ആലപ്പുഴയിൽ നമ്മുടെ സുധാകരൻ എന്ന് പറയുന്ന ഇന്നിപ്പോൾ ജീവിച്ചിരിക്കുന്ന CPM-ലെ നേതാക്കളിൽ അവിടെ പ്രമുഖനായ ഒരു നേതാവ്, അദ്ദേഹത്തിനെതിരായിട്ട് CPM-ന്റെ മന്ത്രി, അവിടുത്തെ ജില്ലാ സെക്രട്ടറി, അവിടുത്തെ MLA, അമ്പലപ്പുഴ MLA ആണെന്ന് സലാം, ഇവരൊക്കെ നടത്തുന്ന പോരാട്ടം ഉണ്ടല്ലോ, അതുകൂടെ ഒന്ന് പറയണമെന്നേ ഉള്ളൂ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. CPM-ലെ ജനാധിപത്യം എന്താ? ഞങ്ങളങ്ങ് തീരുമാനിക്കും, ഞങ്ങളങ്ങ് തിരഞ്ഞെടുക്കുമെന്നാണല്ലോ വാസിഫ് ഇവിടെ പറഞ്ഞത്. എങ്ങനെയാണ് അവിടെ സംസ്ഥാന സമ്മേളനങ്ങളിലെ കാര്യങ്ങൾ നടക്കുന്നത്? അവിടെ മത്സരം ഉണ്ടാകാറില്ലേ? മത്സരം ഉണ്ടായാൽ എന്താ സ്ഥിതി? അവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആരാണോ അധികാരത്തിലിരിക്കുന്നത്, ആർക്കാണോ പാർട്ടിയിൽ സ്വാധീനമുള്ളത്. ഇപ്പോൾ കൊല്ലത്തൊക്കെ നടന്ന തെരഞ്ഞെടുപ്പാണെങ്കിൽ പിണറായി വിജയൻ, അദ്ദേഹം 79 അംഗങ്ങളുണ്ട്. അതിലേക്കൊരു പട്ടിക സമർപ്പിക്കും, ലിസ്റ്റ്. ആ ലിസ്റ്റ് വസീഫ് അടക്കമുള്ളവർ കൈയടിച്ചെന്ന് പാസ്സാക്കും. അതാണ് അവിടുത്തെ ജനാധിപത്യം. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എനിക്കത് ഓർമ്മയില്ല. VS അച്യുതാനന്ദനൊക്കെ 12 വരെ മത്സരിപ്പിച്ച് വളരെ നൈസായിട്ടൊക്കെ തോറ്റുപോയ കഥയൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ എന്താ അങ്ങനെ മത്സരിക്കുന്നത്? മത്സരമല്ലത്, വിഭാഗീയതയാണ്. അതാണ് ഈ CPM-ന്റെ ജനാധിപത്യം എന്ന്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി.